അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് സജൂസ് ഹോംലി ഫുഡ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൊരിച്ച പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ പൊരിച്ച പത്തിരി. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു 3 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കപ്പല്ല 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. നമ്മൾ സാധാ പൊടി വാട്ടിൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതേപോലെയാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് എന്താ പറയുക ചെറിയ ഉള്ളി, അതുപോലെ കരിഞ്ചീരകം, തേങ്ങ, ഇത് 3 ഇട്ട് കൊടുക്കണം. അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ തേങ്ങ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കരിഞ്ചീരകം, 2 ടീസ്പൂണ് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്കതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിക്കണം എന്നൊന്നുമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി 1.5 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി 1.5 കപ്പാണ്. ഇനി 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി 1.5 കപ്പ്, അതുപോലെ റവ 1/2 കപ്പ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ വെള്ളത്തിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചേർന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 1.5 കപ്പ് അരിപ്പൊടി ചേർത്തു, പിന്നെ റവ 1/2 കപ്പ് ചേർത്തു, ലാസ്റ്റായിട്ട് 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പത്തിരിയിലേക്കൊക്കെ മാവ് കുഴക്കില്ല, അതുപോലെ ഒന്ന് കുഴച്ചിട്ട് നല്ലൊരു ഡോ ആക്കി മാറ്റുക. അതുപോലെ തന്നെ അത്ര തന്നെ സോഫ്റ്റാക്കി കുഴക്കണമെന്നില്ല, ഏകദേശം ഒരു ഷേപ്പിലൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു വലിയ ബോൾസ് ആക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ടാണ് നമ്മൾ പൊരിച്ച പത്തിരിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതെടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തിയിട്ട് നമുക്ക് കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പൊരിച്ച പത്തിരി ഒന്ന് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി കുക്കി കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബോട്ടിലിൻ്റെ എന്താ പറയുക ടോപ്പ് മൂടിയായാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് പൊരിച്ച പത്തിരിയുടെ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എൻ്റെ അടുത്ത് കുക്കി കട്ടർ ഉണ്ടായതുകൊണ്ട് ഞാൻ കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് പൊരിച്ച പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴല്ലേ പൊരിച്ച പത്തിരി ആവുള്ളൂ. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയുക ചെറിയ കടകളിലൊക്കെ പോകുമ്പോഴും ഹോട്ടലിലൊക്കെ ഉണ്ടാവും, എന്താ സ്നാക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ പൊരിച്ച പത്തിരിയല്ല പത്തിരി. അപ്പോൾ അതിങ്ങനെ കഴിക്കാനും വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അതുപോലെ ചിക്കൻ കറിയോ അതുപോലെ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.